അത് സാരല്ല. ആളുടെ മെയിൻ പരിപാടി ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മണ്ണിക്കൂടെ റോട്ടിക്കൂടെയൊക്കെ വണ്ടി ഓടിക്കലാട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ എനിക്ക് വന്നപ്പോൾ ഇതാണ് കണ്ടത്. പിന്നെ ഞാനൊരു മീൻകറിയൊക്കെ അങ്ങോട്ട് വെച്ചു. എന്നിട്ട് കുറച്ച് പാത്രം കഴുകാമെന്ന് വെച്ചു. കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ ഇട്ടിട്ട പാത്രമാണ്. ഞാൻ പണ്ട് മുതലേ എൻ്റെ ഒരു പരിപാടി കേട്ടോ, കയ്യിൽ വെളിച്ചെണ്ണ ഇട്ടിട്ട് പാത്രമാണ്. അപ്പോൾ നമ്മുടെ കയ്യിലിട്ട് ഈ സോപ്പിൻ്റെ അത് അങ്ങോട്ട് അഫക്റ്റ് ചെയ്യില്ല എന്നാണ് എൻ്റെ ഒരു വെപ്പ്. ഇങ്ങനെ ഞാൻ വിശ്വസിക്കുന്നു, പെരട്ടുന്നു. പിന്നെ ഞാൻ അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു, ഒന്ന് തുടച്ചൊക്കെ ഇട്ടു. പിന്നെ ഇന്നലെ രാത്രി തുടച്ചാറുണ്ട്, നമുക്കിന്ന് തുടയ്ക്കാനില്ല, ജസ്റ്റ് ഒന്ന് അടിച്ചു വാരിയാൽ മാത്രം മതി കേട്ടോണ്ട് ഞാൻ അടിച്ചു വാരി. അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ജനലേക്കൊന്ന് പൊടി തട്ടി വിട്ടു. എന്നും അമ്മയെ മാത്രമാണല്ലോ അടിക്കണേ. പിന്നെ ഒരാൾ മാറി അടിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റുമല്ലോ. അപ്പോഴത്തേക്കും ത്രിലോക നല്ല ഉറക്കമായിട്ടുണ്ടായിരുന്നു, കാരണം ഇന്നലെ ആശ നന്നായിട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ പോയി കുളിച്ചു. അപ്പോഴത്തേക്കും മഴക്കാറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അപ്പം എൻ്റെ പണ്ടത്തെ ഒരു ഡ്രസ്സ് എടുത്തിട്ടാട്ടോ, അതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ നമുക്ക് ബട്ടൺ ഇടാൻ പറ്റില്ല. പിന്നെ ബാക്കി എല്ലായിടത്തും അഡ്ജസ്റ്റ് ചെയ്തിടാം. ഇത് എനിക്ക് ഡെലിവറിക്ക് മുന്നേ ഉണ്ടായിരുന്ന എൻ്റെ ഡ്രസ്സ് കേട്ടോ. പക്ഷേ ഇതിൻ്റെ മെറ്റീരിയൽ അടിപൊളി സാധനം കേട്ടോ. ഞാൻ ജയലക്ഷ്മിന്ന് വാങ്ങിയതാണ്. നല്ല രസമുള്ള ഡ്രസ്സാണ്. പിന്നെ ത്രിലോകിനെ കുറച്ച് കോപ്പറായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിരുന്നു. 12 മണിയായപ്പോഴത്തേക്കും ഞാൻ ചോറിനാട്ടോ കുറച്ച് മീൻകറിയൊക്കെ കൂട്ടി നന്നായിട്ട് അങ്ങോട്ട് ചോറുണ്ട് കഴിഞ്ഞപ്പോൾ കുറച്ച് ഡ്രാഗൺ ഫ്രൂട്ട് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. ആ ഡ്രാഗൺ ഫ്രൂട്ടും അങ്ങോട്ട് മുറിച്ച് അങ്ങോട്ട് തിന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ ഒരു പഴങ്കഞ്ഞിയുടെ ടേസ്റ്റല്ലേ ഈ ഡ്രാഗൺ ഫ്രൂട്ടിന്. ഈ പ്രാവശ്യം നല്ല തണുപ്പുള്ളതുകൊണ്ട് ആ ടേസ്റ്റ് അങ്ങോട്ട് കിട്ടിയില്ല. അപ്പം ഇന്ന് ഇത്രയുള്ളൂ ഗൈസേ. ബായ്, അടുത്ത വീഡിയോ ആയിട്ട് കാണാം.